തീമായുടെ മകൻ എന്നുള്ളതായ തലത്തിൽ അവനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഒന്ന് വിശേഷിപ്പിക്കുവാൻ വേണ്ടി വിശുദ്ധനായ മർക്കോസ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെയൊക്കെ പഴയ കാലങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ മക്കളുടെ പേരറിയില്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെ, അത് യോനാച്ചൻ്റെ മൂത്ത മകൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ളതായ ഒരു രീതിയാണ് ഇവിടെ സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പേരല്ല എന്നുള്ളതായ ഒരു അറിവിന് വേണ്ടിയാണ് അത് സൂചിപ്പിച്ചത്. ഈ ബർത്തിമായി എരിഹോവിൻ്റെ വഴിയുടെ അരികിൽ നിന്ന് ഭിക്ഷ യാചിച്ച് കാഴ്ചയുടെ തെളിമയിലേക്കുള്ളതായ യാത്ര നിർവഹിക്കുമ്പോൾ ബർത്തിമായോട് ചേർന്ന് ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ ബർത്തിമായിയുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് സാമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ വിചാരങ്ങൾ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകണം. ബർത്തിമായി ഇപ്പോൾ ഈ ഭിക്ഷ